നമസ്കാരം, എല്ലാവർക്കും എഫ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ചിന്താശേഷി നഷ്ടപ്പെട്ട, നീതിബോധമില്ലാത്ത, അവകാശബോധമില്ലാത്ത, ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് സൈലന്റായി നിൽക്കുന്ന ഒരു സമൂഹത്തെ നീതിബോധം ഉണ്ടാക്കുക, അവകാശബോധങ്ങൾ ഉണ്ടാക്കുക, ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ആരും അടിമകളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. ഈ ചാനലുകൾ തികച്ചും എൻ്റെ ചിന്തകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരിക്കലും പറയുന്നില്ല എൻ്റെ ചിന്തകൾ 100% ശരിയാണെന്ന്. എങ്കിലും എൻ്റെ ചിന്തകൾ ശരിയാണെന്ന് തോന്നുന്ന ആളുകളുണ്ടായേക്കാം. അവർക്ക് മുന്നിൽ നമ്മുടെ അവകാശബോധങ്ങളും ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൽ തുടങ്ങിയിട്ടുള്ളത്. ആദ്യമായി നമ്മൾ ഈ ചാനലിൽ ആദ്യമായി തന്നെ നമ്മളെ ചിന്തകൾ പറയുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് പോരൂർ പഞ്ചായത്തിലെ ഒരു സംഭവം കാണുകയുണ്ടായി. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ പോയതാണ്. അവിടെ പോയപ്പോൾ ഹരിതസേനന്റെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു സേവനമാണ് ഹരിതസേന. നമ്മളെ വേസ്റ്റുകൾ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സേന. അവിടെ പോരൂർ പഞ്ചായത്തിൽ അത് ആദ്യം ഇലക്ട്രിക്കൽ ഗുഡ്സ് ആയിരുന്നു. ഇപ്പോൾ എന്തോ വേറെ വണ്ടി ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയി കിടക്കുമ്പോൾ ആ മുന്നേ ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇപ്പോഴും നമ്മളെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഏകദേശം 2-3-4 മാസത്തിന്റെ അപ്പുറം അല്ലാതെ ഇപ്പുറം എന്താ പൊടി കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അത് കുറെ കാലങ്ങളായിട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപയാണ് ആ ഗുഡ്സിന്റെ വില. നമുക്ക് മാർക്കറ്റ് നോക്കുമ്പോൾ അറിയാം. എന്തുകൊണ്ട് പഞ്ചായത്ത് അത് വിൽക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നില്ല? നമ്മളുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള വാസ്തവം ആരും ശ്രദ്ധിക്കുന്നില്ല. എത്രയോ ആളുകൾ ആ പഞ്ചായത്തിലേക്ക് ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടാവും. പക്ഷെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മളുടെ പണമാണത്, അല്ലെങ്കിൽ നമ്മളുടെ സ്വത്താണ്. നമുക്ക് കിട്ടേണ്ട, നമുക്ക് റോഡായിട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഭക്ഷണമായിട്ടും കിട്ടേണ്ട ഫണ്ട് ഇങ്ങനെ മൂലക്കെ തുരുമ്പ് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും നമ്മുടെ സമൂഹം ചിന്തിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, അവകാശബോധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചിന്താശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അനീതി കണ്ടാൽ അവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തെ, ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ എഞ്ചിനീയർ ആണ്. ഈ സോഷ്യൽ എഞ്ചിനീയർ എന്ന നിലക്ക് ഒരു സൊസൈറ്റിയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചിന്തകൾ, നമ്മൾ അവകാശബോധങ്ങളെ, അനീതികളെ അടിച്ചമർത്തവരുടെ മുന്നിൽ തല ഉയർത്തിക്കൊണ്ട് ഈ നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്, ഈ നാട് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ പൊതുജനങ്ങളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഈ വാക്കുകൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലെയുള്ള ചിന്തിപ്പിക്കുന്ന, മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന, ആയത്തിൽ ചിന്തിപ്പിക്കുന്ന, അതുപോലെ അനീതികൾ എന്താണെന്നും അവകാശബോധങ്ങൾ എന്താണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ പ്രതികരണ ശേഷി എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ